എല്ലാവർക്കും ലേൺ വിത്ത് അഞ്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ SCRT 5ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 9ാമത്തെ ചാപ്റ്റർ തുല്യതയിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കാം. യൂണിറ്റ് 9 തുല്യതയിലേക്ക്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു റേഷൻ കടയുടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു കുട്ടിയുടെ സംശയമാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഓരോരുത്തർക്കും വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകളെന്ന്. അപ്പോൾ അതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുത്തശ്ശന് എന്താണ് ഓരോരുത്തരുടെയും വരുമാനത്തിനനുസരിച്ച് അവരുടെ കാർഡിൻ്റെ നിറം മാറുന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സിലേക്ക് നമുക്ക് കടക്കാം. ഒരുപാട് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉള്ള ചാപ്റ്ററാണ്. അറിയാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ നോട്ട് എഴുതി പോവാം. ഇവിടെ വിവിധ തരം തൊഴിലുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു നോക്കാം. വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം. വരുമാന സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യാസപ്പെടുത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ്. ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ്. എന്താണ് ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം ഒക്കെ വിവിധ വരുമാന സ്രോതസ്സുകളിൽ പെടുന്നതാണ്. വരുമാന സ്രോതസ്സിലുള്ള വ്യത്യാസം അനുസരിച്ച് വരുമാനത്തിലും വ്യത്യാസം ഉണ്ടാകും. വരുമാന സ്രോതസ്സിൽ എന്ത് വ്യത്യാസം ഉണ്ടാകുമ്പോൾ വരുമാനത്തിലും വ്യത്യാസം ഉണ്ടാകുന്നു. ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും. എന്നാൽ താഴ്ന്ന വരുമാനമുള്ളവർക്കോ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പല അവസരങ്ങളും നിറവേറ്റാൻ കഴിയാതെ വരുന്നുണ്ട്. വരുമാനത്തിന്റെ ലഭ്യതയുടെ അടിസ്ഥാനം കുടുംബങ്ങളെ 3ആയി തരംതിരിക്കാം. എങ്ങനെയൊക്കെ? ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ എന്നിങ്ങനെ 3ആയിട്ട് വരുമാന ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ തിരിച്ചിരിക്കുന്നു. തൊഴിലിൽ നിന്നും മറ്റ് വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകും. ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അവിടെ അസമത്വം ഉണ്ടാകുന്നത്. ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം ഉണ്ടാകുന്നത്. സാമ്പത്തിക അസമത്വം എന്നാൽ എന്ത്? ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. ഇത് പലപ്പോഴും അവസരങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്യതയിലെ അസമത്വത്തിലേക്ക് വരെ നയിക്കുന്നു. വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമത്വത്തെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് സർക്കാർ വിവിധ സംരംഭങ്ങളും അതുപോലെ തന്നെ വിവിധ പദ്ധതികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടത്തി വരുന്നുണ്ട്. ഇനി മിശ്രഭോജനം എന്നാൽ എന്താണെന്ന് നോക്കാം. ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ 19ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ തന്നെ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അയ്യാ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ചതാണ് സമത്വ സമാജം എന്ന സംഘടന. അതിന്റെ നേതൃത്വത്തിൽ സമപന്തി ഭോജനം അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളുടെ സംഘടനയാണ്. അദ്ദേഹം സമത്വ സമാജത്തിന്റെ നേതൃത്വത്തിൽ വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിയിൽ സഹോദരൻ പത്രത്തിന്റെ പത്രാധിപരായ കെ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം. അപ്പോൾ സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണെങ്കിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? അത് സഹോദരൻ അയ്യപ്പൻ. ആരാണ്? കെ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന കെ അയ്യപ്പൻ. സഹോദരൻ പത്രത്തിന്റെ പത്രാധിപരായിരുന്നു കെ അയ്യപ്പൻ എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന് ഇത് കാരണം അദ്ദേഹത്തിന് കൊടിയ മർദ്ദനവും ഭീഷണിയും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ മിശ്രഭോജനം സംഘടിപ്പിച്ചതിന്റെ പേരിൽ വിവേചനത്തിനെതിരായ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു ഇത്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാ പറഞ്ഞത്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സംഘടനയാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. കെ അയ്യപ്പൻ അദ്ദേഹം ഏത് പത്രത്തിന്റെ പത്രാധിപരായിരുന്നു? സഹോദരൻ പത്രത്തിന്റെ പത്രാധിപരായിരുന്നു. അദ്ദേഹം മിശ്രഭോജനം സംഘടിപ്പിച്ചു 1917 മെയ് 29. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് മേൽമുണ്ട് സമരമാണ്. എന്താണ് മേൽമുണ്ട് സമരം? വസ്ത്രധാരണാവകാശത്തിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് മേൽമുണ്ട് സമരം. ദീർഘകാലത്തെ സമരത്തിനു ശേഷം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പുറപ്പെടുവിച്ചു. തിരുവിതാംകൂറിലെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു ആ വിളംബരം പുറപ്പെടുവിച്ചിട്ടുള്ളത്. എങ്കിലും ജാത്യാചാരത്തിന്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. അപ്പം മേൽമുണ്ട് സമരം വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടിയിട്ട് തെക്കൻ തിരുവിതാംകൂറിൽ നടന്നിട്ടുള്ളതാണ് 19ാം നൂറ്റാണ്ടിൽ. അങ്ങനെ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇങ്ങനെ വിളംബരം പുറപ്പെടുവിക്കുകയൊക്കെ ഉണ്ടായിരുന്നത്.
ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായിട്ട് നൽകിയിരുന്നു. എന്നിട്ടും മേൽജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്ന് പേരുള്ള, എന്താ കുട്ടിയുടെ പേര്, പഞ്ചമി എന്ന് പേരുള്ള ദളിത് ബാലികയെ കൈപിടിച്ച് ഊരൂട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടത്. പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്ന് രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു. കത്തിക്കരിഞ്ഞ ബെഞ്ചിന്റെയും മറ്റു ഉപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്കൂളിനാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിട്ടുള്ളത്. ഊരൂട്ടമ്പലം സ്കൂൾ എന്നായിരുന്നു ഈ അടുത്ത് വരെ ആ സ്കൂളിന്റെ പേര്. ഈ അടുത്താണ് ആ സ്കൂളിന്റെ പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക UP സ്കൂൾ എന്ന പേര് പുനർനാമകരണം ചെയ്യുകയുണ്ടായിട്ടുള്ളത്. സാമൂഹികമായി എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം എന്ന് പറയുന്നത്. എന്താണ്? സാമൂഹികമായി എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം. പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ തുല്യമല്ലാത്ത അവസ്ഥ സാമൂഹിക അസമത്വം എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കപ്പെടുന്നു. പദവി, അവകാശങ്ങൾ, അവസരങ്ങളൊക്കെ തുല്യമല്ലാതാകുമ്പോൾ സാമൂഹിക അസമത്വം സൃഷ്ടിക്കപ്പെടുന്നു. എന്താണ് സാമൂഹിക അസമത്വം? സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിനുള്ളിലെ വിഭാഗങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. വരുമാനത്തിലെ അസമത്വം, സമ്പത്തിലെ അസമത്വം, വിദ്യാഭ്യാസത്തിലും ആരോഗ്യ പരിപാലനത്തിലും അവസരമില്ലായ്മ, വംശം, ജാതി, ലിംഗപദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക അസമത്വം പ്രകടമാകുന്നുണ്ട്. സാമൂഹിക അസമത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായിട്ട് സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും തുല്യത, നീതി, തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞത്? സാമൂഹിക അസമത്വം എന്നാൽ എന്താണ്? ഒരു സമൂഹത്തിനുള്ളിലെ ഒരു വിഭാഗം അവസരങ്ങൾ, പദവികൾ എന്നിവയിലെ അസമമായ വിതരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ വരുമാനത്തിലുള്ള അസമത്വമാവാം, അല്ലെങ്കിൽ അവസരമില്ലായ്മകളാകാം, വംശം, ജാതി, ലിംഗപദവി എന്നിവയിലെ വിവേചനമാകാം, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ പ്രാതിനിധ്യ കുറവാകാം, സമ്പത്തിലുള്ള അസമത്വമാകാം, വിദ്യാഭ്യാസ മേഖലയിലെ അവസരമില്ലായ്മയൊക്കെ എന്താണ്? അസമത്വം എന്ന വിഭാഗത്തിൽ വരുന്നുണ്ട്. ഇനി ഇവിടെ സാമൂഹ്യ അസമത്വത്തിനുള്ള ചില കാരണങ്ങളും സ്വാധീനിക്കുന്ന ഘടകങ്ങളും നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് സാമ്പത്തിക അസമത്വം. സാമ്പത്തിക അസമത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? സാമ്പത്തികമായിട്ട് അസമത്വം ഉണ്ടാകാൻ കാരണം വരുമാനത്തിലെ വ്യത്യാസമാകാം, അതല്ലെങ്കിൽ തൊഴിലില്ലായ്മകളാകാം, വിഭവങ്ങളുടെ ലഭ്യത കുറവാകാം, കൂലി അല്ലെങ്കിൽ ശമ്പളത്തിലെ വ്യത്യാസമാകാം. ഇതൊക്കെ ഓരോ വ്യക്തികളും തമ്മിൽ സാമ്പത്തിക അസമത്വം ഉണ്ടാക്കുന്നുണ്ട്. വിദ്യാഭ്യാസ അസമത്വം എന്ന് പറയുമ്പോഴോ അവിടെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലം ഓരോരുത്തരും തമ്മിൽ വിദ്യാഭ്യാസത്തിൽ അസമത്വം ഉണ്ടാകാം. പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ മൂലവും വിദ്യാഭ്യാസ അസമത്വം വ്യക്തികൾക്കിടയിൽ കാണാൻ കഴിയും. ഇനി സാമൂഹിക ഘടനയ്ക്കുള്ളിലെ അസമത്വം, അതിലേതൊക്കെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? ജാതി, മതം, വംശം, ലിംഗപദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം സാമൂഹ്യ ഘടനകൾക്കുള്ളിലെ അസമത്വത്തിന് ഇടയാക്കും. സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വവും സാമൂഹിക ഘടനകൾക്കുള്ളിലെ അസമത്വത്തിന് ഇടയാക്കുന്നു. ഇനി ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ എന്തൊക്കെയാണ്? ഗ്രാമനഗര വ്യത്യാസം, വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്. ഇനി ചരിത്രപരമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? കോളനിവൽക്കരണം, അടിമത്തം, അടിച്ചമർത്തലുകൾ തുടങ്ങിയ ചരിത്രപരമായ ഘടകങ്ങളും സാമൂഹിക അസമത്വത്തിന്, ചരിത്രപരമായിട്ടുള്ള രീതിയിൽ സാമൂഹ്യമായ അസമത്വത്തിന് കാരണമാകും. എല്ലാ വിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോഴാണ് സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത്. അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. സാമൂഹിക അസമത്വത്തെ അഭിസംബോധന ചെയ്യുന്നതിന് സമഗ്രമായ നയപരിഷ്കരണങ്ങൾ ആവശ്യമാണ്. ഇതിനായിട്ട് വിദ്യാഭ്യാസ സംരംഭങ്ങൾ, സാമൂഹിക നീതിക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ എന്നിവ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയൊക്കെ വരുന്നുണ്ട്. സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനുള്ള സർക്കാർ ഇടപെടലുകൾ എന്തെല്ലാം എന്ന് നോക്കാം. അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ വിവിധ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. അവ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഒന്ന്, ക്ഷേമ പെൻഷൻ. എന്താണ് ക്ഷേമ പെൻഷൻ? സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത്. മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ
മുതലായവരാണ് ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ. ആർക്കൊക്കെയാണ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുക? മുതിർന്ന പൗരന്മാർക്ക്, ഭിന്നശേഷിക്കാർക്ക്, വിധവകൾക്ക്, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾക്ക്, കർഷക തൊഴിലാളികൾ എന്നിവരാണ് ക്ഷേമ പെൻഷന്റെ ഗുണഭോക്താക്കൾ. സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പെൻഷനുകൾക്ക് ഉദാഹരണമാണ് കർഷക തൊഴിലാളി പെൻഷന്, വാർദ്ധക്യകാല പെൻഷന് തുടങ്ങിയവ. സർക്കാർ നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് സ്കോളർഷിപ്പുകൾ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ ആവശ്യത്തിന് വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകളൊക്കെ സർക്കാർ ഏർപ്പെടുത്തുന്നുണ്ട്. എക്സാമ്പിളായിട്ട് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പോലുള്ള സ്കോളർഷിപ്പുകളൊക്കെ വിദ്യാർത്ഥികൾക്കായിട്ട് സർക്കാർ ഒരുക്കുന്നതാണ്. ഇനി അവശ്യ സാധനങ്ങളൊക്കെ വിലക്കുറവിൽ ലഭ്യമാക്കുന്ന സ്ഥാപനങ്ങളാണ് പൊതുവിതരണ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ് പൊതുവിതരണ കേന്ദ്രങ്ങൾ. മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ എന്നിവ സർക്കാർ നൽകുന്ന സബ്സിഡിയോടെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് വിലക്കുറവിൽ നൽകുന്നു. സബ്സിഡിയോടെ കേന്ദ്രങ്ങളിൽ നിന്ന് ഇത് വിലക്കുറവിൽ നൽകുന്നു. പൊതുവിതരണ കേന്ദ്രം, മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ തുടങ്ങി. അപ്പോൾ പൊതുവിതരണ കേന്ദ്രത്തിൽ നിന്ന് നിശ്ചിത സബ്സിഡിയോടെ വില കുറവിലാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് സബ്സിഡി? വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി എന്ന് പറയുന്നത്. നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം. പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു. നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾ കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവ പരോക്ഷ സബ്സിഡിയിലും പെടുന്നു. അപ്പോൾ എന്താണ്? വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസൃതമായി സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങളാണ് സബ്സിഡി എന്ന് പറയുന്നത്. അത് പണമായി നൽകുന്ന പിന്തുണയുണ്ട്, അല്ലെങ്കിൽ എന്തുണ്ട്? പരോക്ഷ സബ്സിഡിയും ഉണ്ട്. പരോക്ഷ സബ്സിഡി അറിയുമ്പോൾ നികുതി നിരക്ക് കുറയ്ക്കുന്നത്, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുന്നതൊക്കെ പരോക്ഷ സബ്സിഡിയിൽ പെടുന്നു. ഇനി ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമായി നിരവധി പദ്ധതികളും പരിപാടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇനി അവയിൽ ചിലത് നോക്കാം. ഒന്നാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്കാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇതുവഴി 100 സാമ്പത്തിക വർഷത്തിൽ 100 പ്രവൃത്തി ദിനങ്ങളാണ് കായിക തൊഴിലാണ് ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇതിലെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. ഇനി ലൈഫ് മിഷൻ. എന്താണ് ലൈഫ് മിഷൻ? കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും, ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാകാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി അഥവാ ലൈഫ് മിഷന്റെ ലക്ഷ്യം. കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത്. ഇനി തീരമൈത്രി. എന്താണ് തീരമൈത്രി? മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടി ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതിയാണ് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നതാണ് ഇത്. കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പാക്കുന്നു. അപ്പൊ തീരമൈത്രി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണത്തിന് അവർക്ക് എന്ത് ചെയ്യുക? സംരംഭകരാക്കിയിട്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. ചെറുകിട തൊഴിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങാനും ഒക്കെയാണ് ഇവർക്ക് ഇതിലൂടെ സഹായം ലഭിക്കുന്നത്. ഇനി മറ്റൊന്നാണ് കൈവല്യം. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് ഇത്. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കായിട്ടാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതി. എന്താണ് പുനരധിവാസ പദ്ധതി? ആരാണ് ഗുണഭോക്താക്കൾ? ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കേരള സർക്കാരാണ് അത് നടപ്പിലാക്കുന്നത്. കൈവല്യ എന്നാണ് പേര്. ഇനി വിദ്യാവാഹിനി. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കുട്ടികളുടെ യാത്രാ സൗകര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയിട്ട് അവരുടെ കൊഴിഞ്ഞുപോക്കൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി, കുറച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വിദ്യാവാഹിനി എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനി മറ്റ് ചില പദ്ധതികൾ കൂടി നോക്കാം. ജനനീ ജന്മരക്ഷ. എന്താണ് ജനനീ ജന്മരക്ഷ? ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ്. ഇനി പ്രതിഭാതീരം. എന്താണ് പ്രതിഭാതീരം? തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്നതാണ് പ്രതിഭാതീരം. ഇനി ഗോത്രബന്ധു.
ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പദ്ധതികളെ ഒന്നുകൂടി നമുക്ക് പറയാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്താണ്? 18 വയസ്സിന് മുകളിലുള്ള ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിലെയും അംഗങ്ങൾക്ക് 100 ദിവസത്തെ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞ ലൈഫ് മിഷനാണ്. കേരളത്തിലെ ഭൂരഹിത ഭവനരഹിതർ, ഭവനം പൂർത്തിയാക്കാത്തവർക്കൊക്കെ, പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ലൈഫ് മിഷൻ. തീരമൈത്രി എന്ന് പറയുന്നത് എന്താണ്? മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം, അവർക്ക് സ്വയം സംരംഭം, ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതിയാണ് തീരമൈത്രി. കൈവല്യം എന്താണ്? ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവാസ പദ്ധതി. വിദ്യാവാഹിനി എന്താണ്? ഗോത്ര സമൂഹത്തിലുള്ള കുട്ടികളുടെ സ്കൂളുകളിലെ കൊഴിഞ്ഞുപോക്ക് തടയാൻ അവർക്ക് യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. ജനനി ജന്മരക്ഷ, ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം. പ്രതിഭാ തീരം, തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട്. ഗോത്രബന്ധു എന്താണ്? ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ഭാഷാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഗോത്ര വിഭാഗക്കാരിൽ നിന്ന് തന്നെയുള്ള യോഗ്യരായവരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്നതാണ് ഗോത്രബന്ധു. ആ പദ്ധതികളൊക്കെ ഇവിടെ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് പറയാൻ കിട്ടുന്നുണ്ടോ, കാണാതെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. ഇത്ര ആണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇതിൽ ഒരുപാട് പദ്ധതികൾ പറഞ്ഞു. പിന്നെന്തൊക്കെയാണ് പറഞ്ഞത്? മിശ്ര ഭോജനം പറഞ്ഞു, സമപന്തി ഭോജനം പറഞ്ഞു. അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെയാണ് പറഞ്ഞത്. പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. പദ്ധതികളൊക്കെ പ്രധാനപ്പെട്ടതാണ്.